ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദനോടും കൂടി സച്ചിയോടും അർച്ചനയോടൊപ്പം പോകാൻ പറയുന്നുണ്ട് സേതുമാധവൻ. എന്നാൽ നന്ദൻ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് അതിൽ നിന്നും ഒഴിവാവുകയാണ്. തുടർന്ന് അർച്ചനയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. കുഞ്ഞിനെ ആതിരയെ ഏൽപ്പിക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്. എനിക്കിങ്ങനെ ആതിര പറയുന്നു. നിനക്ക് ബുദ്ധിമുട്ടാകുമോ എനിക്ക് ആതിര ചോദിക്കുമ്പോൾ അനഘയും അവിടേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. അവന്തിക അവിടേക്ക് വന്നിട്ട് എൻ്റെ മുറിയൊന്ന് തൂത്ത് വൃത്തിയാക്കിയിടണമെന്ന് അനഘയോട് പറയുന്നു. അവന്തിക പോയ സമയം അർച്ചനയോട് അനഘ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയെ സൂക്ഷിക്കണം എന്നൊക്കെ ചില താക്കീതുകൾ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അർച്ചനയെ വിടുന്നത്. ആതിര അനഘയോട് പറയുന്നു, നീ പറഞ്ഞതുപോലെ എനിക്ക് ചില സംശയങ്ങൾ ഇല്ലാതില്ല. നിന്റെ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും പോയിട്ട് വരട്ടെ എന്നൊക്കെ ആതിര പറയുന്നു. നന്നായിട്ട് വന്നാൽ അവർക്ക് തന്നെ കൊള്ളാമെന്നും ആതിര പറയുന്നു. നീ പേടിക്കേണ്ട, അർച്ചനയെടുത്തിയും സച്ചിയേട്ടനും പ്രാർത്ഥനയോടൊപ്പം കൂടി തന്നെയാണ് പോകുന്നത്. അവരുടെ ഈ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. തടസ്സപ്പെടുത്താൻ നോക്കുന്നവർക്കായിരിക്കും അതിൻ്റെ കൂലി കിട്ടാൻ പോകുന്നത് എന്നും അനഘ പറയുന്നുണ്ട്. ഇതേസമയം മൂർത്തി ചില ആൾക്കാരെയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അർച്ചനയുടെയും സച്ചിയുടെയും ആ ഒരു യാത്ര തടയാനായിട്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം മല കയറി കഴിഞ്ഞു. രത്നവേൽ പാണ്ഡ്യൻ എന്നാണ് അയാളുടെ ഒരു തലവന്റെ പേര്. ഇപ്പോൾ ഒരു കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ എന്നും പറയുന്നു. അവരവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു 2 പേരോടാണ് മൂർത്തി ഈ കാര്യങ്ങൾ പറയുന്നത്. എങ്ങനെയും അവരുടെ ആ വരവ് തടയണം, മലകയറ്റം തടയണം. ഇത് തന്നെയാണ് അവരുടെ മൂർത്തിയുടെയും അവന്തികയുടെയും ഉദ്ദേശം. അർച്ചന മല കയറുന്നത് മുടക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. തീർക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ജോലി. തീർക്കുന്ന ജോലി അവൻ ചെയ്തോളുമെന്നും മൂർത്തി പറഞ്ഞു. തുടർന്ന് സ്നേഹയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയി ആ വിളക്ക് അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് സേതു ഇടയ്ക്ക് വരുന്നുണ്ട്. അവർ പോയല്ലോ, ഇനിയിപ്പോൾ ഈ വിളക്ക് അണച്ചു വെക്കാം എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു, അവർ തിരിച്ചു വരുന്നത് വരെ ആ വിളക്ക് ഇങ്ങനെ കിടക്കട്ടെ. അനുപേട്ടനും കൂടി അവരുടെ കൂടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു, അവരോടൊപ്പം പോകാൻ യോഗമില്ല. അതുകൊണ്ടല്ലേ ആ അപകടം സംഭവിച്ചത്. വിളക്കണയാതെ ഞാൻ നോക്കിക്കോളാം മച്ചാ എന്ന് സ്നേഹ. അത് മാത്രം പോരെ മോളെ, നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് മുന്നോട്ട് പോകാനുള്ള അവരുടെ ആ ശക്തി. ആ മല കയറി പൂജയും വഴിപാടും ഒക്കെ കഴിച്ച് തിരികെ ഇറങ്ങി വരുമ്പോൾ അവരുടെ ജീവിതം മാറും എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു, ഞങ്ങൾ എല്ലാവരും അർച്ചനയടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അവന്തികയ്ക്കും നന്ദനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദൻ അവരുടെ കൂടെ പോയില്ല, എന്നാലും അവന്തിക ഈ വീടിന്റെ മരുമകളാണ്, നന്ദന്റെ ഭാര്യയാണ്. അർച്ചനയ്ക്കുള്ള എല്ലാ അവകാശവും അവൾക്കും ഈ വീട്ടിലുണ്ട്. ഒരാൾ മാത്രം സന്തോഷിക്കുകയും ഒരാൾ ദുഃഖിക്കുകയും ചെയ്യുന്നത് കാണാനല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത്. 2 പേർക്കും ഒരേപോലെ സന്തോഷമുണ്ടാകണം. 2 പേരുടെയും ജീവിതം നന്നാകണം എന്നും സേതു പറയുന്നു. അതൊക്കെ ശരിയാവും അച്ഛൻ, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ഞാൻ എടുത്തു വെക്കട്ടേക്കെന്ന് സ്നേഹ. ഇപ്പോൾ വേണ്ടെന്ന് സേതുവും. കുഞ്ഞുങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു. അവർ 2 പേരും ആതിരയുടെ റൂമിലാണ് എന്ന് സ്നേഹ പറയുന്നു. അവരുടെ 2 പേരെയും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ആതിരയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. ഇത് കേട്ട് സ്നേഹ പറയുന്നു, അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആകണ്ട. അവർ 2 പേരുടെയും കാര്യം ആതിരയും അനക്കയും കൂടി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു. സേതു അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേയെന്ന്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും അവന്തികയും ഒരേ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴി നന്ദനെ കുറ്റപ്പെടുത്തുകയാണ് അവന്തിക. നമ്മൾ ഈ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരണമെന്ന് സച്ചി അവന്തികയോട് പറയുന്നു. സച്ചി നന്ദേട്ടനെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, നെഗറ്റീവായിട്ടുള്ള സംസാരമൊന്നും വേണ്ട എന്ന് സച്ചിയോട് അർച്ചന പറഞ്ഞു. നന്ദേട്ടൻ വരാത്തതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഏട്ടത്തെ എന്ന് അർച്ചനയും അവന്തികയോട് പറഞ്ഞു. പോകുന്ന വഴി അവന്തിക ചിന്തിക്കുന്നുണ്ട്, ഒരു കണക്കിന് അയാൾ കൂടെ വരാതിരുന്നത് നന്നായി. വന്നായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല. എളുപ്പത്തിൽ മല കയറി എല്ലാ അനുഗ്രഹവും സാധിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവരെ. പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ എന്നും അവന്തിക വിചാരിക്കുന്നു. ഇതേസമയം ധനുഷ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ധനുഷ് ഇവിടെ നിന്ന് തന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഒരു സംഘം മല കയറിയിട്ടുണ്ട്. ഈ അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് അവരുടെ നേതാവ്. പേര് രത്നവേൽ പാണ്ഡ്യൻ. 2 കൊലക്കേസുകളുടെ പ്രതിയാണ്. അയാളിപ്പോൾ ജാമ്യത്തിന് ഇറങ്ങിയെന്നേ ഉള്ളൂ എന്നൊക്കെ അയാൾ ധനുഷിനോട് ഫോണിലൂടെ പറയുന്നു. അടിവാരത്ത് നമ്മൾ ഏർപ്പാടാക്കിയ ആൾക്കാരുണ്ട്. ധനുഷ് പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനയും സച്ചിയേട്ടനും മല കയറി ആ വഴിപാട് നടത്തിയിരിക്കണം. അതിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അവർക്കൊരു പോറൽ പോലും ഏൽക്കരുതെന്നും ധനുഷ് പറഞ്ഞു. അതിന് ഞങ്ങൾ ഉറപ്പ് തരുന്നു, അവരെ ഈ പൂജ പൂർത്തിയാക്കിയിരിക്കുമെന്ന് ഫോണിലൂടെ അയാളും പറഞ്ഞു. ഇവരെ കൂടാതെ മറ്റേതെങ്കിലും ഒരു ടീം മല കയറിയാൽ അതും എന്നെ അറിയിക്കണം എന്നും ധനുഷ് പറയുന്നു. വിവരങ്ങൾ അപ്പോൾ തന്നെ വിളിച്ചറിയിക്കാമെന്ന് അയാളും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെച്ചു. ഈ സമയം സ്നേഹ ചായയുമായി ധനുഷിന്റെ അരികിലേക്ക് വന്നു.
താനെന്തിനാ ചായ എടുക്കാൻ പോയത്? എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കുമായിരുന്നല്ലോ. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മര്യാദയ്ക്ക് ബെഡ് റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നൊക്കെ ധനുഷ് പറയുന്നു. ധനുഷിന് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ് എന്ന് ധനുഷ്. എന്നോട് വെറുതെ കള്ളം പറയാൻ നോക്കണ്ട എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, അർച്ചനയും സച്ചേട്ടനും മല കയറാൻ പോയതല്ലേ, അതിൻ്റെ ഒരു ടെൻഷനാണ്. അതിനത്ര ടെൻഷൻ എന്തിനാ എന്ന് സ്നേഹ ചോദിക്കുന്നു. അവർ പോയി വഴിപാട് കഴിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. കൂടെ കൂടിയിരിക്കുന്ന മുതലിനെ അറിയാലോ, അവൻ്റെക്കാണ്. എന്തൊക്കെയാകുമെന്ന് കണ്ടറിയണം എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു, അതിനെന്താ അവർ വഴിപാട് നടത്താൻ പോയതല്ലേ. ധനുഷ് പറയുന്നു, അവരും വഴിപാട് നടത്താൻ പോയതാണ്. അപകടം പിടിച്ച ഒരു മലകയറ്റമാണ് അത്. ആ മല കയറി ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്താൽ മാത്രമേ മുകളിലെത്താൻ സാധിക്കൂ. സ്നേഹ പറയുന്നു, എൻ്റെ ധനുഷ് ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തെ കാണാൻ പോയവര് ദൈവം തന്നെ നോക്കിക്കോളും. ഇത്രയും പറഞ്ഞ് സ്നേഹ അവിടെ നിന്ന് പോകുന്നു. അവർ ദൈവം നോക്കിക്കോളും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ചെകുത്താൻ്റെ മനസ്സുള്ള ഒരുത്തി കൂടെ ഉള്ളപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചൂടും ചതിയുണ്ടാകും. ഇവരുടെ പ്ലാൻ എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും എന്ന് ധനുഷ് വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മല കയറുകയാണ്. അവിടെ ഓരോരുത്തരും മല കയറുന്നു. അവിടെ ഒരു ജ്യോത്സ്യൻ ഇരിപ്പുണ്ട്. ആ ജ്യോത്സ്യനോട് ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ പണ്ടൊരിക്കൽ ഉരുൾപൊട്ടിയ കാര്യം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെ ആനക്കൂട്ടങ്ങളും ഒക്കെ കാണപ്പെടുന്നു. അവിടേക്കാണ് സച്ചിയുടെ കാർ എത്തിയത്. അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ചവിട്ടി കൊന്നതേ ഉള്ളൂ ആനക്കൂട്ടം. അതും 2 ദിവസമായിട്ടേ ഉള്ളൂ. ആ ജോൽസിൻ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് ആ പയ്യനോട്, മോനെ നീ അത് കണ്ടോ എന്ന്. അവൻ്റെക്കാണ് ആദ്യം ഇറങ്ങിയത് കാറിൽ നിന്നും. പിന്നീട് അർച്ചനയും സച്ചിയും ഇറങ്ങുന്നു. സ്ത്രീകളോ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.